ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി പ്രിലിംസ് 2026 സ്റ്റേജ് 1 ഫൈനൽ ആൻസർ കീ 2 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിട്ടുണ്ട്, 4 ക്വസ്റ്റ്യൻ്റെ ആൻസറും ചേഞ്ച് ആയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഡച്ചുകാരെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ എ ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടി ആരംഭിച്ചത് ഡച്ചുകാർ എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടി സാങ്കേതികവിദ്യ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. മാർത്താണ്ഡവർമ്മ കുളച്ചലിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ സമാഹരണം. ഡിലനോയിയുടെ കീഴിൽ ഡച്ച് നാവിക ഉദ്യോഗസ്ഥരാണ് തിരുവിതാംകൂർ നാവികസേനയെ ആധുനികവൽക്കരിച്ചത്. ഡിലനോയുടെ കീഴിലുള്ള ഡച്ച് നാവിക ഉദ്യോഗസ്ഥരാണ് തിരുവിതാംകൂർ നാവികസേനയെ ആധുനികവൽക്കരിച്ചത്. 2. നൽകിയിരിക്കുന്ന ജോഡികൾ യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. മുക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മുക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കല്ലുമാല സമരം അയ്യങ്കാളി. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ഇനി ചാന്നാർ ലഹള വൈകുണ്ഠസ്വാമിയാണ്. ചാന്നാർ ലഹള വൈകുണ്ഠസ്വാമി. 3. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയതാരാണ്? ആൻസർ ഡി ആണ്. ഐറ്റാന ബോൺമാറ്റി. 2025 മികച്ച പുരുഷ കളിക്കാർക്കുള്ള ഫിഫ അവാർഡ് കിട്ടിയത് ഓസ്മാൻ ഡംബലേക്കാണ്. 4. ഔറംഗസീബിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? 1ഉം 2ഉം ശരിയാണ്. ഔറംഗസീബ് അദ്ദേഹം ജിസിയ വീണ്ടും ഏർപ്പെടുത്തി. അദ്ദേഹം ആക്രമണാസക്തമായ ഒരു ഡക്കാൻ നയം പിന്തുടർന്നു. ദിൻ ഇ ഇലാഹിയെ പ്രോത്സാഹിപ്പിച്ചതും ആരംഭിച്ചതും അക്ബറാണ്. അതുകൊണ്ട് അത് തെറ്റാണ്. 5. 1909 ഇന്ത്യ കൗൺസിൽ ആക്ടിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. ഇതിൽ ശരിയായത് 1ഉം 2ഉം 4ഉമാണ്. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് മിന്റോ മോർലി പരിഷ്കാരം എന്നറിയപ്പെടുന്നു. ഇത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അവതരിപ്പിച്ചു. ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ വലുപ്പം വർദ്ധിപ്പിച്ചു. എന്നാൽ പ്രവിശ്യ സ്വയംഭരണം അവതരിപ്പിച്ച ആക്ട് എന്ന് പറയുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊണ്ടുവന്നത്, അതായത് പ്രവിശ്യ സ്വയംഭരണം കൊണ്ടുവന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 6ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ആൻസർ ബി ആണ്, 3 അംഗങ്ങൾ. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതിൽ അംഗങ്ങളായിട്ട് 3 പേരാണ് ഉണ്ടായത്. ഫസൽ അലി ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. മറ്റ് 2 അംഗങ്ങൾ എന്ന് പറയുന്നത് സർദാർ KM പണിക്കറും HN കുൻസ്രു ആയിരുന്നു. 1955 റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. കേരളം നിലവിൽ വരുന്നത് 1956 നവംബർ 1 ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടു. ഇത് ഈ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. 7. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ? ആൻസർ ഡി ആണ് ഇവയെല്ലാം. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ, രാസവളങ്ങളുടെ ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വിപുലീകരണം. 8. 1971 ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യമായി അംഗീകരിച്ച രാജ്യം? ആൻസർ ബി ആണ്, ഭൂട്ടാൻ. 1971 ഡിസംബർ 6 ഇന്ത്യക്ക് തൊട്ടു മുമ്പ് ഭൂട്ടാനാണ് ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യം അംഗീകരിച്ചത്. 9. എസ്താഡോ ദ ഇന്ത്യ ജനപ്രിയമായി അറിയപ്പെടുന്നത്? ആൻസർ എ ആണ്, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ സാമ്രാജ്യത്വ ഭരണകൂടവും അവരുടെ വ്യാപാര ശൃംഖലയും ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നതാണ് എസ്താഡോ ദ ഇന്ത്യ. 10. നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ബി ആണ്, നെവിൽ ചേംബർലൈൻ. നാസി ജർമ്മനിക്കെതിരെയും ഹിറ്റ്ലർക്കെതിരെയും പ്രീതിപ്പെടുത്തൽ നയം സ്വീകരിച്ച പ്രധാന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നെവിൽ ചേംബർലൈൻ ആണ്. മ്യൂണിക് ഉടമ്പടി ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. 11. ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെയുള്ള വരെയുള്ള ഹിമാലയൻ ശ്രേണി അറിയപ്പെടുന്നത്? ആൻസർ ഡി ആണ്, അസം ഹിമാലയ. ഇനി പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത് സിന്ധു ടു സത്ലജ് ആണ്. സിന്ധു തൊട്ട് സത്ലജ് വരെ പഞ്ചാബ് ഹിമാലയവും, സത്ലജ് തൊട്ട് കാളി വരെ കുമയൂൺ ഹിമാലയവും, കാളി മുതൽ ടീസ്റ്റ വരെ നേപ്പാൾ ഹിമാലയവും, ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെ അസം ഹിമാലയമാണ്. അപ്പോൾ സിന്ധു ടു സത്ലജ് പഞ്ചാബ് ഹിമാലയം, സത്ലജ് ടു കാളി
കുമയൂൺ ഹിമാലയം, കാളി ടു ടീസ്റ്റ, നേപ്പാൾ ഹിമാലയം, ടീസ്റ്റ ടു ബ്രഹ്മപുത്ര, അസം ഹിമാലയം. 12. താഴെ പറയുന്ന പ്രസ്താവന വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ആൻസർ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. ലോകത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന ഒരു ഇടുങ്ങിയ ചൂടുള്ള പ്രവാഹമാണ് എൽനിനോ. 2. ഉപരിതല ജലത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന ശക്തമായ പസഫിക് വ്യാപാരക്കാറ്റ് മധ്യ കിഴക്കൻ പസഫിക് മേഖലയിൽ അസാധാരണമായ തണുത്ത വെള്ളം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഇനി എൽനിനോ എന്നാൽ എന്ത്? പെറു എന്ന തെക്കേ അമേരിക്കൻ രാജ്യത്തിന്റെ തീരത്തുള്ള പസഫിക് സമുദ്രഭാഗത്ത് അസ്വാഭാവികമായി സമുദ്രജലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ. ഇത് ലോകത്തിന്റെ പല ഭാഗത്തും കടുത്ത വെള്ളപ്പൊക്കത്തിനും മറ്റ് ചിലയിടങ്ങളിൽ ഇന്ത്യയിലടക്കം വരൾച്ചയ്ക്കും കാരണമാകുന്നു. 13. റിമോട്ട് സെൻസിംഗിൽ സ്വാത്തിന്റെ ഒരു വശത്തു നിന്നും മറ്റു വശത്തേക്ക് വരുന്ന വരികളിലൂടെ ഭൂമിയെ സ്കാൻ ചെയ്യുന്ന സ്കാനറുകളെ എന്ത് വിളിക്കുന്നു? ആൻസർ സി ആണ്. എക്രോസ്ഡ് ട്രാക്ക് സ്കാനിങ്. എക്രോസ് ട്രാക്ക് സ്കാനിങ്ങിനെ വിസ്ക് ബ്രോം സ്കാനിങ് എന്നും വിളിക്കും. എക്രോസ് ട്രാക്ക് സ്കാനിങ്ങിന് വിസ്ക് ബ്രോം സ്കാനിങ് എന്നും വിളിക്കും. എന്നാൽ സാറ്റലൈറ്റ് പോകുന്ന അതേ ദിശയിൽ നീളത്തിൽ സ്കാൻ ചെയ്യുന്നതിനെ എലോങ് ട്രാക്ക് സ്കാനിങ് അല്ലെങ്കിൽ പുഷ് ബ്രോം സ്കാനിങ് എന്നും പറയും. 14. ഒരു മരത്തിന്റെ ശാഖകളുടെ സമാനമായ രൂപത്തിലുള്ള ജലനിർഗമന സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡെൻഡ്രിറ്റിക് എന്നാണ്. ഡെൻഡ്രിറ്റിക്, അതായത് ഡെൻഡ്രോൺ ആലോചിക്കും. നമ്മൾ മരത്തിൻ്റെ ശാഖകളല്ലേ പറയുക. അപ്പോൾ ഒരു മരത്തിൻ്റെ ശാഖയ്ക്ക് സമാനമായ രൂപത്തിലുള്ള ജലനിർഗമന സംവിധാനം ഡെൻഡ്രിറ്റ് എന്നറിയപ്പെടും. എന്നാൽ റേഡിയൽ എന്ന് പറയുന്നത് ഒരു മലമുകളിൽ നിന്നും നദികൾ എല്ലാ ദിശയിലേക്കും ഒഴുകുന്നതിന് റേഡിയൽ എന്ന് പറയും. ഇനി ട്രെല്ലിസ് എന്ന് വെച്ചാൽ പ്രധാന നദിക്ക് ലംബമായി, അതായത് 90 ഡിഗ്രിയിൽ പോഷക നദികൾ വന്നു ചേരുന്നതിന് നമ്മൾ ട്രെല്ലിസ് എന്ന് പറയും. അപ്പോൾ മരത്തിൻ്റെ ശാഖക്ക് സമാനമായിട്ടുള്ളത് ഡെൻഡ്രിറ്റിക്. പിന്നെ ഒരു മലമുകളിൽ നിന്ന് ചുറ്റുമുള്ള ദിശകളിലേക്ക് നദി ഒഴുകുന്നതിന് റേഡിയൽ എന്നും പറയും. എന്നാൽ 90 ഡിഗ്രി അതായത് ലംബമായിട്ട് പോഷക നദി ഒരു മെയിൻ നദിയിലേക്ക് പതിക്കുന്നതിന് ട്രെല്ലിസ് എന്നും പറയും. പിന്നെ സെൻട്രിപെറ്റൽ എന്ന് വെച്ചാൽ എല്ലാ വശങ്ങളിൽ നിന്നും നദികൾ വന്ന് ഒരു കേന്ദ്ര തടാകത്തിലേക്ക് വീഴുന്നതിന് സെൻട്രിപെറ്റൽ എന്നും പറയും. ഇനി കേരളത്തിൽ കൊടുത്തിരിക്കുന്ന ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. കാരണം ഇതിലെല്ലാ ഓപ്ഷൻസും ശരിയാണ്. തെറ്റായ ജോഡി കണ്ടുപിടിക്കാനാണ്. എല്ലാം ശരിയാണ്. പൂക്കോട് വയനാടാണ്. ഏനമക്കൽ മുരിയാട് മനക്കോടിയൊക്കെ തൃശ്ശൂരിലുള്ള തടാകങ്ങളാണ്. 16. ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് തെറ്റ്? ഇവിടെ തെറ്റായത് ഡി ആണ്. അത് കാരണം നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ? ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡീസ് കുറച്ചാൽ കിട്ടുന്നതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അല്ലാണ്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ശരിയായ ഇക്വേഷൻ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡീസ്. ഇനി ഓപ്ഷൻ എ, വിദേശത്തുള്ള ഇന്ത്യൻ നിവാസികൾ നേടിയ ഘടക വരുമാനം മൈനസ് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്ക് നൽകുന്ന ഘടക വരുമാനം ഈക്വൽ ടു വിദേശത്തു നിന്നുള്ള മൊത്ത ഘടക വരുമാനം അല്ലെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അതായത് ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് വെച്ചാൽ ഇന്ത്യൻ നിവാസികൾ വിദേശത്തു നിന്ന് അവർക്ക് കിട്ടുന്ന തുക മൈനസ് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന തുക നമ്മളത് കുറക്കുകയാണെങ്കിൽ ടോട്ടൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കിട്ടും. ദെൻ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, അതായത് മൊത്ത ദേശീയ ഇത് കിട്ടും, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഇനി NDPൻ്റെ കൂടെ മൂല്യത്തകർച്ച, അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ കൂടെ മൂല്യത്തകർച്ച കൂടുകയാണെങ്കിൽ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും. 17. ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഇന്ത്യയിൽ മഹൽനോബിസ് മാതൃക പ്രയോഗിച്ചത്? അപ്പോൾ PC മഹൽനോബിസിൻ്റെ മാതൃക എന്ന് പറയുന്നത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ ആൻസർ ബി ആണ്. 2ാം പഞ്ചവത്സര പദ്ധതി ഘന അടിസ്ഥാന മൂലധന ഗുഡ് വ്യവസായങ്ങളിലെ നിക്ഷേപം. 1ാം പഞ്ചവത്സര പദ്ധതി കൃഷിയുടെയും ഭക്ഷ്യസുരക്ഷയുടെയും പ്രോത്സാഹനമാണ്. ഇത് ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നുണ്ട്. 2ാം പദ്ധതി വ്യവസായത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. മഹൽനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. കനത്ത വ്യവസായങ്ങൾക്ക് ഹെവി ഇൻഡസ്ട്രിയൽസിന് ഊന്നൽ നൽകിയതുകൊണ്ട് ഇതിനെ മഹൽനോബിസ് മോഡൽ എന്ന് പറയുന്നു. 18. ഇന്ത്യയിലെ 2 തരം ആദായ നികുതികൾ ഏതൊക്കെ? ആൻസർ സി ആണ്. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും. RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്താണ്? ആൻസർ എ ആണ്. മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിപണിയിലെ പണലഭ്യത നിയന്ത്രിക്കാൻ
സർക്കാർ സെക്യൂരിറ്റികളും ബോണ്ടുകളും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇനി വിപണിയിൽ പണം കൂടാൻ RBI എന്ത് ചെയ്യും? സെക്യൂരിറ്റി വാങ്ങും. അപ്പോൾ സെക്യൂരിറ്റി വാങ്ങുമ്പോൾ RBI കൊടുക്കുന്ന തുക വെച്ചിട്ട് വിപണിയിൽ പണം കൂടും. ഇനി വിപണിയിലെ പണം കുറക്കാൻ എന്ത് ചെയ്യും? RBI സെക്യൂരിറ്റി വിൽക്കും. അപ്പോൾ സെക്യൂരിറ്റി വിറ്റിച്ച് കമ്പോളത്തിലുള്ള പൈസകൾ എന്ത് ചെയ്യും? RBIയുടെ കയ്യിൽ കിട്ടും. ഇനി 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണ്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ 6 അവകാശങ്ങളാണ് പറയുന്നത്. ആൻസർ D ആണ്. എല്ലാം ശരിയാണ്. 1, 2, 3, 4, 5, 6 ശരിയാണ്. കാരണം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തർക്ക് താഴെ പറയുന്ന 6 അവകാശം ലഭിക്കുന്നുണ്ട്. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹിയർഡ്, റൈറ്റ് ടു സീക്ക് റീഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ അവയർനെസ്. 21 നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ആൻസർ A ആണ്. ഭൂഗർഭ ജല റീചാർജും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, മഴവെള്ള സംഭരണം, മണ്ണൊലിപ്പ് തടയൽ, ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തൽ എന്നിവയാണ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 22 സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്നും വേർതിരിക്കുന്ന സവിശേഷത. ആൻസർ C ആണ്. സംഭാവനയോ പദവിയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശം. സാമൂഹിക സുരക്ഷയും സാമൂഹ്യ ക്ഷേമവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാമൂഹ്യ സുരക്ഷ അല്ലെ സോഷ്യൽ സെക്യൂരിറ്റി എന്നത് വ്യക്തികൾ തങ്ങളുടെ തൊഴിൽ കാലയളവിൽ നൽകുന്ന വിഹിതം, കോൺട്രിബ്യൂഷൻ വഴിയോ അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിച്ച പ്രത്യേക പദവി വഴിയോ ലഭിക്കുന്ന നിയമപരമായ അവകാശമാണ് സോഷ്യൽ സെക്യൂരിറ്റി. ഉദാഹരണത്തിന് പെൻഷൻ, ഇൻഷുറൻസ്. എന്നാൽ സോഷ്യൽ വെൽഫെയർ എന്നത് പൊതുവായ സാമൂഹിക ഉന്നമനത്തിനായി സർക്കാർ നൽകുന്ന സഹായമാണ്. ഇതിന് മുൻകൂട്ടിയിട്ട് എന്ത് ചെയ്യേണ്ട? വിഹിതം കൊടുക്കണ്ട, അതായത് സംഭാവന നൽകണ്ട. 23 ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ B ആണ്. ഇത് പ്രാദേശിക ഉത്തരവാദിത്വവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു. കാരണം വികേന്ദ്രീകരണം എന്നുള്ളത് പ്രാദേശികമായ ആവശ്യം കൃത്യമായി മനസ്സിലാക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും ഫണ്ടുകൾ സുതാര്യമായി ചെലവാക്കാനും സഹായിക്കുന്നു. 24 തൊഴിൽ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത്? ആൻസർ B ആണ്. അസമമായ വിലപേശൽ ശക്തിയിൽ നിന്നും തൊഴിലാളികളുടെ സംരക്ഷണം. തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള അധികാര അസന്തുലിതാവസ്ഥ, അൺഈക്വൽ ബാർഗെയിനിങ് പവർ പരിഹരിക്കാനാണ് തൊഴിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കാനും ന്യായമായ വേതനവും സുരക്ഷിതമായ ജോലി സാഹചര്യവും ഉറപ്പാക്കാനുമാണ് ഇത് ലക്ഷ്യമിടുന്നത്. 25 എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം. ആൻസർ C ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മനുഷ്യ വികസന സൂചിക. ഇവിടെ തന്ന GDP, പ്രതിശീർഷ വരുമാനമൊക്കെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ എന്തൊക്കെയുണ്ട്? ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം, അങ്ങനെ പ്രധാനമായ ഒരു ജനതയുടെ പ്രധാനമായിട്ടുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമ്മൾ കണക്കാക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. എന്നാൽ GDPയിലും പ്രതിശീർഷ വരുമാനത്തിലോ അതായത് സാമ്പത്തിക വളർച്ച മാത്രമാണ്. അവിടെ ഒരു സാമ്പത്തിക വികസനം അല്ലെ സാമൂഹിക വികസനം മെഷർ ചെയ്യുന്നില്ല. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒരു ജനതയുടെ മൊത്തത്തിലുള്ള ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിനെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. 26 തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട് വിളംബരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ C ആണ്. ഭൂപരിഷ്കരണം. 1865 ആയില്യം തിരുനാൾ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിപ്പിക്കുന്നത്. 1865 ആയില്യം തിരുനാൾ പുറപ്പെടുവിപ്പിച്ച വിപ്ലവകരമായ വിളംബരമാണ് പണ്ടാരപ്പാട്ട് വിളംബരം. സർക്കാർ വക പാട്ടഭൂമി കൈവശം വെച്ചിരുന്ന കർഷകർക്ക് ആ ഭൂമിമേൽ പരിപൂർണമായ ഉടമസ്ഥാവകാശം നൽകിയിരുന്ന പ്രഖ്യാപനമാണ് പണ്ടാരപ്പാട്ട് വിളംബരം. 27 കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു? ആൻസർ D ആണ്. വിദ്യാഭ്യാസ ഭൂപരിഷ്കരണങ്ങൾ. 1957 അധികാരത്തിൽ വന്ന EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ വിദ്യാഭ്യാസ ഭേദഗതി നിയമത്തിനും ഭൂപരിഷ്കരണ നിയമത്തിനുമെതിരെ ഉയർന്നു വന്ന വലിയ ജനകീയ പ്രക്ഷോഭമാണ് 1959 നടന്ന വിമോചന സമരം. 28 ദ റച്ചഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ആൻസർ A ആണ്. ഫ്രാൻസ് ഫാനോൺ ആണ്. 29 ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കുക നയം ലുക്ക് ഈസ്റ്റ് പോളിസി പ്രഖ്യാപിച്ചത് നരസിംഹ റാവു ആണ്.
തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട്, അതായത് ആസിയാൻ രാജ്യങ്ങളുമായിട്ട്, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധം ശക്തമാക്കുക എന്നതായിരുന്നു ലുക്ക് ഈസ്റ്റ് പോളിസിയുടെ ലക്ഷ്യം. 2014 നരേന്ദ്രമോദി ഇതിനെ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പുനർനാമകരണം ചെയ്തു. 2014 നരേന്ദ്രമോദി ഇതിനെ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പുനർനാമകരണം ചെയ്തു. 30 ബ്രിട്ടൻ വുഡ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായത്. ആൻസർ സി ആണ്. ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആഗോള സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനായി 1944 രൂപീകരിച്ചതാണ് ബ്രിട്ടൻ വുഡ് സ്ഥാപനങ്ങൾ. മുറിച്ചി പത്തനം എന്നും അറിയപ്പെടുന്ന തുറമുഖമേത്? ആൻസർ എ ആണ്. മുസിരിസ്. തുറമുഖ നഗരമായിരുന്ന മുസിരിസ് ആണ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മുച്ചിരിപ്പട്ടണം അഥവാ മുരിച്ചിപ്പട്ടണം എന്ന് അറിയപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. 32 ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് അറിയപ്പെടുന്നു. ആൻസർ സി ആണ്. കോമൺവെൽത്ത് ഗെയിംസ്. 1930 കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തത്. 1930 മുതൽ 1950 വരെ കോമൺവെൽത്ത് ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ് അറിയപ്പെട്ടത്. 33 ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ആൻസർ ബി ആണ്. കർണം മല്ലേശ്വരി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിൽ വെങ്കല മെഡൽ നേടിയാണ് കർണം മല്ലേശ്വരി ആദ്യത്തെ ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ വനിതയായത്. 2026 ഫിഫ ലോകകപ്പ് വേദി. ആൻസർ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. 48 ടീമുകളാണ് ഉള്ളത്. 35 ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ആൻസർ എ ആണ്. ഐഹിക മുഖർജി. 36 GR ഇന്ദുഗോപൻ്റെ അനോ എന്ന നോവലിനെ കുറിച്ചും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ഇനി പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. ഇതിൽ പ്രസ്താവന 1ഉം 2ഉം ആണ് ശരി. 16-ാം നൂറ്റാണ്ടിലെ ഒരു വെള്ള ആൽബിനോ ആനയുടെയും അതിൻ്റെ പാപ്പാൻ്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് അനോ എന്ന നോവൽ ചിത്രീകരിക്കുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാന യൂറോപ്പുമായുള്ള ചരിത്രപരമായ സമുദ്രാന്തര ബന്ധങ്ങൾ പര്യവേഷണം ചെയ്യുന്ന നോവലാണ് അനോ. സ്റ്റേറ്റ്മെൻറ്റ് 3 തെറ്റാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയെ അതിൻ്റെ ആഖ്യാനത്തിലൂടെ വിശാലമാക്കുന്ന നിരൂപക പ്രശംസ നേടിയ ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് ലഭിച്ചത് 2024. 37 മലയാളത്തിലെ ഇതിഹാസ കവി കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവിടെ 1ഉം 3ഉം ആണ് ശരി. 18-ാം നൂറ്റാണ്ടിലെ തുള്ളൽ കലാരൂപത്തിൻ്റെ ശില്പിയായ കുഞ്ചൻ നമ്പ്യാർ തൻ്റെ രചനകളിൽ മൂർച്ചയുള്ള സാമൂഹ്യ വിമർശനവും നർമ്മവും സമന്വയിപ്പിച്ചാണ് ജനകീയ കവിയെന്ന് ആഘോഷിക്കപ്പെട്ടത്. സാഹിത്യ പഞ്ചാനനൻ കണ്ടെത്തിയ സുന്ദോപാഖ്യാനം ഉൾപ്പെടുന്നതുൾപ്പെടെ വിവിധ പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്പ്യാർക്ക് അവകാശപ്പെട്ട കൃതികളുടെ എണ്ണം കാലക്രമേണ വികസിച്ചു. 38 കവി ടി ഉബൈദിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? 1ഉം 2ഉം മാത്രം. ടി ഉബൈദ് ഒരു ദ്വിഭാഷാ കവിയായിരുന്നു. അദ്ദേഹം മലയാളം, കന്നഡ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവന നൽകി. കേരള രൂപീകരണ കാലഘട്ടത്തിൽ കവി മലയാളം തൻ്റെ പ്രാഥമിക മാധ്യമമായി തിരഞ്ഞെടുത്തപ്പോൾ കന്നഡ ഭാഷയോടുള്ള പ്രതീകാത്മകമായി വിടവാങ്ങലായിട്ടാണ് വിടവാങ്ങൽ എന്ന കവിത എഴുതിയത്. പിന്നെ ഇവിടെ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. 1908 കാസർഗോഡിൽ നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിലാണ് വിടവാങ്ങൽ ആദ്യമായി അവതരിക്കപ്പെട്ടത് എന്നത് തെറ്റാണ്. ടി ഉബൈദ് ജനിച്ചത് 1908 ഒക്ടോബർ 7-നാണ്. 39 താഴെ പറയുന്ന നവോത്ഥാന നേതാക്കളെ അവരുടെ ജനനം അനുസരിച്ച് ക്രമീകരിക്കുക. ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ആദ്യം ആറാട്ടുപുഴ വേലായുധ പണിക്കർ 1825 ആറാട്ടുപുഴ വേലായുധ പണിക്കർ 1825. ചട്ടമ്പി സ്വാമി ജനിച്ച വർഷം 1853. പൽപ്പു ജനിച്ച വർഷം 1863. വക്കം മൗലവി ജനിച്ച വർഷം 1873. ചട്ടമ്പി 1853, പൽപ്പു 1863, വക്കം മൗലവി 1873. താഴെ പറയുന്നവയിൽ ബുദ്ധമതവുമായി ബന്ധമില്ലാത്ത ആരാധനാലയം ഏതാണ്? ആൻസർ ബി ആണ്. കൂടൽമാണിക്യ ക്ഷേത്രം. ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രം ഭരതപ്രതിഷ്ഠയുള്ള പ്രശസ്തമായ ഒരു ഹൈന്ദവ ജൈന പശ്ചാത്തലമുള്ള ക്ഷേത്രമാണ്. ഇത് ഭരതക്ഷേത്രമാകുന്നതിന് മുമ്പ് ഒരു ജൈന ക്ഷേത്രമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അപ്പോൾ ബുദ്ധമതവുമായി ബന്ധമുള്ളത് കിളിരൂർ ഭഗവതി ക്ഷേത്രം, ഭരണിക്കാവ് ക്ഷേത്രം, ശബരിമല ക്ഷേത്രം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സ്റ്റോർ നിർദ്ദേശം? ആൻസർ എ ആണ്. എ ഈക്വൽ ടു ബി. അതായത് ബിയിലുള്ള വാല്യൂ എന്ത് എയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറയുകയാണ്, അസൈൻ ചെയ്യാൻ പറയുകയാണ്.
എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ബിയിലുള്ള വാല്യൂ എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്നാൽ ബിയിൽ അതായത് ഇവിടെ ബി എന്നതിലെ മൂല്യം എ എന്ന വേരിയബിളിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നതാണ് എ ഈക്വൽ ടു ബി. എന്നാൽ റീഡ് എയും പ്രിൻ്റ് എക്സ് ഒക്കെ റീഡ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഇൻസ്ട്രക്ഷനും പ്രിൻ്റ് എക്സ് എന്നത് ഒരു ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനുമാണ്. പിന്നെ ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ എന്ന് പറയുന്നതൊക്കെ ഒരു കണ്ടീഷൻ ഓപ്പറേഷനാണ്. 42 താഴെ പറയുന്നവയിൽ ശരിയായി പൊരുത്തപ്പെടുത്താനാണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. മാൽവെയർ വൈറസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മാൽവെയർ വൈറസ്. സ്പാമിംഗ് എന്ന് പറയുന്നത് ഇമെയിലാണ്. അതായത് ആവശ്യമില്ലാത്ത പരസ്യ ഇമെയിലുകൾ കൂട്ടത്തോടെ അയക്കുന്നതിനെയാണ് നമ്മൾ സ്പാം എന്ന് പറയുന്നത്. അപ്പോൾ സ്പാമിംഗ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സൈബർ നിയമങ്ങൾ എന്തിൽ നിന്നാണ് നമ്മളെ സംരക്ഷിക്കുന്നത്? സൈബർ കുറ്റകൃത്യത്തിൽ നിന്നും. അപ്പോൾ സൈബർ നിയമം സൈബർ കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിഷിംഗ് എന്ന് വെച്ചാൽ ഡാറ്റ മോഷ്ടിക്കലാണ്. വ്യാജ ലിങ്കുകളിലൂടെയോ വെബ്സൈറ്റുകളിലൂടെയോ ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരവും പാസ്വേഡും ചോർത്തുന്ന രീതിയാണ് ഫിഷിംഗ്. 43 ഒരു സോഫ്റ്റ്വെയർ പാക്കേജുകളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. ഇതിൽ ഏതാണ് തെറ്റെന്ന് വെച്ചാൽ 3 മാത്രമാണ് തെറ്റ്. ഒരു പ്രത്യേക ആപ്ലിക്കേഷന് വേണ്ടി രൂപകൽപ്പന ചെയ്ത പ്രോഗ്രാമുകളുടെ കൂട്ടത്തെ നമ്മൾ സോഫ്റ്റ്വെയർ പാക്കേജ് എന്ന് പറയും. MS വേർഡും MS എക്സലും എന്തിന് എക്സാമ്പിളാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകൾക്ക് എക്സാമ്പിളാണ്. സാധാരണ ഉപയോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് സോഫ്റ്റ്വെയർ പാക്കേജുകൾ സാധാരണയായി വികസിപ്പിച്ചെടുക്കുന്നത്. പിന്നെ ഇവിടെ തെറ്റ് കമ്പൈലറും അസംബ്ലറും സിസ്റ്റം സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നതാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ദെൻ OSI മോഡലിൻ്റെ ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നതും ഒരു നെറ്റ്വർക്കിൻ്റെ സെഗ്മെൻറ്റുകളായി വിഭജിക്കാൻ ഉപയോഗിക്കുന്നതുമായ നെറ്റ്വർക്ക് ഉപകരണം എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയറിൽ സ്വിച്ച് ആണ്. ആൻസർ ബി ആണ്, സ്വിച്ച്. ഇനി ഓരോ ലെയറിലും ഏതൊക്കെ ഉപകരണം ഉപയോഗിക്കുന്നത് നോക്കാം. ഫിസിക്കൽ ലെയറിലാണെങ്കിൽ ഹബ്ബ്, റിപ്പീറ്റർ, മോഡോ ഉപയോഗിക്കും. ഹബ്ബ് എന്നാൽ ഇൻ്റലിജൻസ് തീരെ ഇല്ലാത്തൊരു ഉപകരണമാണ് ഹബ്ബ്. ഫോർ എക്സാമ്പിൾ ഒരു സിസ്റ്റം ഹബ്ബ് വഴി കുറേ സിസ്റ്റംസ് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഒരു സിസ്റ്റം 1 എന്ന് പറയുന്ന സിസ്റ്റം 3 എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഹബ്ബ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് 1 തൊട്ട് എത്ര സിസ്റ്റം അവിടെയുണ്ടോ എല്ലാവർക്കും സെൻഡ് ചെയ്യും ആ മെസ്സേജ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് വേറൊരാൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒരാൾക്ക് അയക്കേണ്ട മെസ്സേജ് ഹബ്ബ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, എല്ലാവർക്കും ഒരുമിച്ച് അയക്കും. അതുകൊണ്ട് തന്നെ ഇൻ്റലിജൻസ് തീരെ ഇല്ലാത്തതാണ് ഹബ്ബ്. പിന്നെ റിപ്പീറ്റർ എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന സിഗ്നലുകളുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് റിപ്പീറ്റർ. മോഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് ആക്കാനൊക്കെ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മോഡ് എന്ന് പറയുന്നത്. ഇനി ഡാറ്റ ലിങ്ക് ലെയറിലാണെങ്കിൽ സ്വിച്ചും ബ്രിഡ്ജും ഉപയോഗിക്കും. സ്വിച്ചും ഹബ്ബ് പോലെ തന്നെയാണ്. പക്ഷേ സ്വിച്ചിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് ഉണ്ട്. അതായത് ആർക്ക് അയക്കേണ്ടതെന്നുള്ള കറക്റ്റ് ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് സ്വിച്ച് മെസ്സേജ് അയക്കുക. അതായത് നെറ്റ്വർക്കിൽ ഇപ്പോൾ സിസ്റ്റം 1 സിസ്റ്റം 3ക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റം 3ക്ക് മാത്രമേ അയക്കൂ, ഹബ്ബിനെ പോലെ ബ്രോഡ്കാസ്റ്റ് ചെയ്യില്ല. ഇനി ബ്രിഡ്ജ് എന്ന് വെച്ചാൽ വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ്. ഇനി നെറ്റ്വർക്ക് ലെയറിലെ റൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡാറ്റ പാക്ക് സിസ്റ്റം അയക്കുകയാണെങ്കിൽ ആ ഡാറ്റ പാക്ക് വേറെ ദൂരെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഡാറ്റ പാക്കിനെ റൂട്ട് ചെയ്യുന്ന യൂണിറ്റാണ് റൂട്ടർ എന്ന് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ലെയറിൽ ട്രാൻസ്പോർട്ട് ലെയറിലും ഗേറ്റ് വേ ഉപയോഗിക്കുന്നുണ്ട്. ഗേറ്റ് വേ എന്ന് വെച്ചാൽ വ്യത്യസ്ത പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ. 45 താഴെ പറയുന്നവയിൽ ഏതാണ് HTTP www.mypage.com എന്നതിനെ ക്ലിക്ക് ചെയ്യാവുന്ന ലിങ്ക് ശരിയായി സൃഷ്ടിക്കുന്നത്? ആൻസർ സി ആണ് ആൻസർ. ഹൈപ്പർ ലിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എ എന്ന് പറയുന്ന ആങ്കർ ടാഗാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് HREF അതായത് ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്ന ആട്രിബ്യൂട്ടും നിർബന്ധമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആൻസർ സി ആണ്. 46 കുട്ടികളിലെ വളർച്ചക്കുറവ് പരിഹരിക്കാനായി ഒരു സ്കൂൾ പോഷകാഹാര പദ്ധതിയിൽ പയറുവർഗ്ഗങ്ങളും മുട്ടകളും ഉൾപ്പെടുത്തുന്നു. ഇത് പ്രധാനമായും മെച്ചപ്പെടുത്തുന്നത് എന്താ? ആൻസർ ബി ആണ്, പ്രോട്ടീൻ ലഭ്യത. പരിപ്പ് വർഗ്ഗം, മുട്ട എന്നിവയിൽ പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ്. 47 കേരളത്തിൽ നെൽകൃഷി സീസണുകളായി നിരീക്ഷിക്കുന്നതിന് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് എന്തിൻ്റെ ഉദാഹരണമാണ്? ആൻസർ എ ആണ്, റിസോഴ്സ് മോണിറ്ററിങ്ങിനുള്ള റിമോട്ട് സെൻസിങ്. ഉപഗ്രഹങ്ങൾ വഴിയെ ഭൂമിയെ നിരീക്ഷിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് റിമോട്ട് സെൻസിങ്. അപ്പോൾ നെൽകൃഷി ഉപഗ്രഹ ചിത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത് റിസോഴ്സ് മോണിറ്ററിങ്ങിനുള്ള റിമോട്ട് സെൻസിങ് ആണ്. ഇനി 48
ഒരു മലയോര മേഖലകളിൽ ഡീസൽ ജനറേറ്ററുകൾക്ക് പകരം മൈക്രോ ഹൈഡ്രോ സിസ്റ്റം സ്ഥാപിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ഗുണം എന്താണെന്ന് വെച്ചാൽ ആൻസർ സി ആണ്. വായു മലിനീകരണത്തിനും ഇന്ധന ചെലവിലും കുറവ്. 49 ഒരു സ്വാഭാവിക വനത്തിന് പകരം ഏകവിളത്തോട്ടങ്ങൾ മാത്രമുള്ള തോട്ടം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയും 2 വർഷത്തിനുള്ളിൽ കീടങ്ങളുടെ ആക്രമണം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും സാധ്യതയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത് ആൻസർ സി ആണ്. വിളകളുടെ ജനിതക ഏകത കാരണം വർദ്ധിച്ച അപകട സാധ്യത. അതായത് ഒരൊറ്റ ഇനം ചെടി മാത്രം വെച്ച് പിടിപ്പിക്കുമ്പോൾ, മോണോകൾച്ചർ ചെയ്യുമ്പോൾ അവയുടെ ജനിതക ഘടന ഒന്നു തന്നെ ആയിരിക്കും. അതിനാൽ ഒരു ചെടിയെ ബാധിക്കുന്ന കീടത്തിന് അല്ലെങ്കിൽ രോഗത്തിന് മറ്റെല്ലാ ചെടികളെയും വേഗത്തിൽ നശിപ്പിക്കാൻ കഴിയും. 50 മെഡിക്കൽ ഇംപ്ലാന്റുകളിൽ നാനോ കോട്ടിങ്ങൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയ അണുബാധ കുറയ്ക്കുന്നു. ഇതിൻ്റെ പ്രധാന കാരണം ഇവയാണ്. ആൻസർ ബി ആണ്. തന്മാത്രാ സ്കെയിലിൽ സൂക്ഷ്മാണുക്കളുമായി ഇടപഴകുന്നത്. നാനോ കോട്ടുകൾ വളരെ ചെറിയ ആയതുകൊണ്ട് ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ തടയുകയോ അവയെ നശിപ്പിക്കുകയോ ചെയ്യാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. 51 ആൻസർ ബി ആണ്. 52 സി ആണ്. 53 എ ആണ്. 54 സി ആണ്. 55 ഡി ആണ്. 56 ഡി ആണ്. 57 എ, 58 സി, 59 ബി ആണ്. 60 സി ആണ്. 61 എ ആണ്. 62 എ ആണ്. 63 സി ആണ്. 64 എ, 65 എ, 66 എ, 67 എ, 68 ബി, 69 സി, 70 ഡി. 71 പിക്ക് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗാണ്. പ്ലീസ് പാസ് മീ ദ ഷുഗർ. ഇവിടെ പ്ലീസ് എന്ന് തുടങ്ങുന്ന വാക്യങ്ങളിൽ റിക്വസ്റ്റ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? വില്യു അല്ലെങ്കിൽ വോണ്ട് യു ഉപയോഗിക്കണം. അതുകൊണ്ട് ഇവിടെ ആൻസർ വില്യു ആണ്. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ്. ആൻസർ സി ആണ്. വി നീഡ് വാട്ടർ ആൻഡ് എയർ ടു ലീവ്. ഇവിടെ വാട്ടറും എയറും എന്ന് പറയുന്നത് പൊതുവായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന അൺകൗണ്ടബിൾ നൗണാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മുന്നിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദ ഇല്ലാത്ത ഓപ്ഷൻസ് ആൻസർ സി ആണ്. 73 വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്. ആൻസർ ബി ആണ്. വി കെപ്റ്റ് അവർ സെൽസ് അവേ ഫ്രം ദ ക്ലാസ്. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ വി കെപ്റ്റ് എവേ എന്ന് വെച്ചാൽ എന്താ? മാറ്റി നിർത്തുകയാണ് അല്ലേ. അപ്പോൾ വി കെപ്റ്റ് എവേ ഫ്രം ദ ക്ലാസ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം നമ്മൾ സ്വയം മാറി നിൽക്കുന്നതല്ലേ. അപ്പോൾ അവർ സെൽസ് വരണം. അപ്പോൾ ഇവിടെ ആൻസർ വീൻ്റെ കൂടെ അവർ സെൽഫിൻ്റെ പ്ലൂറൽ വരണം. അപ്പോൾ അവർ സെൽസ് വരും. അപ്പോൾ ആൻസർ ബി ആണ്. 74 ഐഡൻറ്റിഫൈ ദ സിമ്പിൾ സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ്. ആൻസർ ബി ആണ്. ദ ഡോക്ടർ അഡ്മിറ്റഡ് ഹിസ് ഹെൽപ്ലെസ്നെസ്. ആൻസർ ഇവിടെ സിമ്പിൾ ആണെങ്കിൽ മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൺജക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ്. കോമ്പൗണ്ട് ആണെങ്കിലോ ഫാൻ ബോയ്സ് എന്ന് പറയുന്ന കൺജക്ഷൻ ഉണ്ടാവും. കോംപ്ലക്സ് ആണെങ്കിൽ ഒരു മെയിനും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവും. അതായത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് ബിക്കോസ്, ഈഫ്, ഓൾത്തോ, ദാറ്റൊക്കെ ഉപയോഗിക്കുക കോംപ്ലക്സ് സെൻറ്റൻസിലാണ്. വിച്ച് ഈസ് ദ കറക്റ്റ് പ്രൊപ്പോസിഷൻ ടു ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് ആണ്. ഇറ്റ് ഈസ് വെരി റൂഡ് ടു പോയിന്റ് ഡാഷ് ദ പ്യൂപ്പിൾ. ഇവിടെ പോയിന്റ് അറ്റാണ്. പോയിന്റ് ടു എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തെയോ വസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ ഒരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറ്റപ്പെടുത്താനാണെങ്കിൽ അറ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇറ്റ് ഈസ് വെരി റൂഡ് ടു പോയിന്റ് അറ്റ് ദ പ്യൂപ്പിൾ. ഷീ ഈസ് മേക്കിംഗ് ടീ. ഇതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റണം. അതായത് ഇവിടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് ഷീയും ഒബ്ജക്റ്റ് ടീയും ആണ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുകയാണ്, പാസീവിലേക്ക് മാറ്റുക എന്ന് പറയാം. അതായത് ടീക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഇവിടെ ഷീ ഈസ് മേക്കിംഗ് ടീ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ബീയിങ് ചേർക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ഈസ് ആം ആർ ഉപയോഗിക്കുകയാണെങ്കിൽ പാസീവിൽ എന്ത് ഉപയോഗിക്കണം? ഈസ് ആം ആർ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അതായത് ഷീ ഈസ് മേക്കിംഗ് ടീ എന്ന് പറയുമ്പോൾ ടീ ഈസ് ബീയിങ് മെയ്ഡ് ബൈ ഹെർ. 77 ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ്. ഇവിടെ എന്ന് പറയുന്നത് ഫോർ ആണ്. ആസ്ക്ഡ് ഫോർ എന്ന് വെച്ചാൽ ഡിമാൻഡാണ്, അതായത് ആവശ്യപ്പെടുക. ആസ്ക്ഡ് ഫോർ ഫ്രേസൽ വേർബ് ഉപയോഗിക്കുന്ന ഒരു കാര്യം ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ അന്വേഷിക്കാനാണ്. അപ്പോൾ ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഫോർ. 78 ദാറ്റ് ഈസ് ദ ഡാഷ് ബ്രേസ്ലെറ്റ് ഐ ഹാവ് എവർ സീൻ. ഇവിടെ പ്രെറ്റിയസ്റ്റ് ആണ്. ദ വന്നാൽ നമ്മൾ എപ്പോഴും സൂപ്പർലേറ്റീവ് ഉപയോഗിക്കണം. ഇവിടെ പ്രെറ്റിയസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ്. അപ്പോൾ ദാറ്റ് ഈസ് ദ പ്രെറ്റിയസ്റ്റ് ബ്രേസ്ലെറ്റ് ഐ ഹാവ് എവർ സീൻ. പോസിറ്റീവ് ഡിഗ്രി എന്ന് വെച്ചാൽ പ്രറ്റിയാണ്. ഇവിടെ താരതമ്യം ഒന്നുമില്ല.
അപ്പോൾ ഷീ ഈസ് പ്രെറ്റി അങ്ങനെയൊക്കെ പറയുന്നത്. കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരെ കമ്പയർ ചെയ്യുന്നതാണ്. കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് പ്രെറ്റിയർ ഓർ മോർ പ്രെറ്റിയാണ്. രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള താരതമ്യം എപ്പോഴും വാക്യത്തിൽ എന്തുപയോഗിക്കും? ദാൻ ഉപയോഗിക്കും. പ്രെറ്റിയർ ദാന്, മോർ പ്രെറ്റി ദാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കും. ഇനി സൂപ്പർലേറ്റീവ് എന്ന് വെച്ചാൽ ഏറ്റവും മികച്ചത്. ഇവിടെ എന്താ തന്നിട്ടുള്ള ദാറ്റ് ഈസ് ദ ഡാഷ് ബ്രേസ്ലെറ്റ് ഐ ഹാവ് എവർ സീൻ. അപ്പോൾ ആ ബ്രേസ്ലെറ്റ് ആണ് ഏറ്റവും മികച്ചത് എന്നുള്ള മീനിങ്ങിലാണ് വേണ്ടത്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കണം. ദ പ്രെറ്റിയസ്റ്റ്. 79 പ്രസാദ് ഡസൻ ലുക്ക് വെൽ ടുഡേ. ഇവിടെ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് ഒരു ചോദ്യത്തിന് ടാഗ് നൽകുമ്പോൾ വാക്യം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ വാക്യം നെഗറ്റീവാണ്. അങ്ങനെയാണ് വാക്യം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻസ് എയിലും സിയിലും ഏതെങ്കിലേ വരൂ. പിന്നെ ഇവിടെ നമുക്ക് തന്നത് എന്താ പറയുക, ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗും എന്തായിരിക്കണം? അതേ ടെൻസ് ആയിരിക്കണം. അപ്പോൾ ഡസ് ഹി വരും. ഡിഡ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിലേ വരും. 80 അമ്മു ഡാഷ് ഹെർ എക്സാം ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡാണ്. ഏതിൻ്റെ ടൈമിംഗ് വേർഡാണെന്ന് വെച്ചാൽ സിമ്പിൾ പാസ്റ്റിൻ്റെ ടൈമിംഗ് വേർഡാണ്. ലാസ്റ്റ് ഇയർ, ലോങ് എഗോ, ഇൻ 2020 തുടങ്ങിയവ കൃത്യമായ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളായതിനാൽ എപ്പോഴും സിമ്പിൾ പാസ്റ്റിലായിരിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ ഡി ആണ്, പാസ്ഡ്. ഇനി ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ്. ആൻസർ എ ആണ്. ഫ്ലയേഴ്സ് വർ ഓൾ അറൗണ്ട് ദ വെന്യൂ. ഫ്ലയേഴ്സ് FLYERS. ഫ്ലയേഴ്സ് എന്നാൽ പരസ്യങ്ങൾ അല്ലെങ്കിൽ ലഘുലേഖകൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശരിയായ പദമാണ്. അപ്പോൾ ഫ്ലയേഴ്സ് വർ ഓൾ അറൗണ്ട് ദ വെന്യൂ അതായത് നമ്മുടെ വെന്യൂവിൻ്റെ ചുറ്റിലുമായിട്ട് എന്തുണ്ട്? ഫ്ലയേഴ്സ്, പരസ്യങ്ങളുണ്ട്. ആൻസർ ബിയിലുള്ള ഫ്ലയേഴ്സ് എന്ന് വെച്ചാൽ ഇതിനർത്ഥം ഒരു കഴിവ് അല്ലെങ്കിൽ പ്രത്യേക ശൈലി എന്നാണ്. സ്റ്റൈലല്ല, ടാലൻറ്റിനെയാണ് FLAIRS ഫ്ലയേഴ്സ് വിളിക്കുക. ബാക്കി സിയും ഡിയും പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. 82 fill in the blank by adding the correct phrasal verb given as options. We had to dash the party to another day owing to the sudden turn of events. അതായത് ഇവിടെ പാർട്ടി നീട്ടി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പുട്ട് ഓഫ് ആണ് നീട്ടി വെക്കുക എന്നുള്ള അർത്ഥം വരിക. പുട്ടോൺ എന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ഭാരം വർദ്ധിപ്പിക്കുകയാണ് പുട്ടോൺ. പുട്ടിന് ഒരു കാര്യം സമർപ്പിക്കുക അല്ലെങ്കിൽ പ്രയത്നം നടത്തുക. പുട്ട് ഔട്ട് ആണെങ്കിൽ എക്സ്റ്റിങ്ക്യൂഷ് ആണ്, തീ അണയ്ക്കുക അല്ലെങ്കിൽ ഒരു കാര്യം പ്രസിദ്ധീകരിക്കുന്നതിനും പുട്ട് ഔട്ട് പറയും. പുട്ട് ഓഫ് ആണ് ഒരു കാര്യം മാറ്റിവെക്കുന്നത്. 83 ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 84 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് ആണ്. അവിടെ കോൺഷ്യസ് ആണ്, അതിൻ്റെ സ്പെല്ലിങ് CONSCIENTIOUS ആണ്. 85 വിച്ച് ഓഫ് ദ വേർഡ് ഗിവൺ ആസ് ദ ഓപ്ഷൻ മീൻസ് എക്സാക്ട്ലി ദ സെയിം ആസ് ദ വൺ ഇൻ ദ ബോൾഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് ആണ്. ടു ഗോ അബ്രോഡ് വാസ് ദ മോസ്റ്റ് ഫ്രിവലസ് ഡിസിഷൻ ടേക്കൺ ബൈ ഹെർ. ഫ്രിവലസ് എന്ന് വെച്ചാൽ സില്ലി എന്നാണ് അർത്ഥം. ടൈംലി എന്ന് വെച്ചാൽ കൃത്യസമയത്തുള്ളത്. ടാക്റ്റ്ഫുൾ എന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം പെരുമാറുന്ന. സില്ലി എന്ന് വെച്ചാൽ ഗൗരവമില്ലാത്തത്, നിസ്സാരമായ, അതായത് ഫ്രിവലസ്. പിന്നെ തോട്ട്ഫുൾ ചിന്താശീലമുള്ളത്. 87 എ ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ എ പേഴ്സൺ അബൌട്ട് ഹിംസെൽഫ് ഈസ് കോൾഡ്. ആൻസർ ബി ആണ്, ഓട്ടോബയോഗ്രഫി. ദെൻ ഇവിടെ ബൈ ലോ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് 86 ഉണ്ട്. ഡി ഫാറ്റോ മീൻസ് ആണ്. ഡി ഫാറ്റോ എന്ന് വെച്ചാൽ ഇൻ റിയാലിറ്റി ആണ്. ഇൻ റിയാലിറ്റി ഓർ ഇൻ ഫാക്റ്റ്. അതായത് പിന്നെ ബൈ ലോ എന്ന് വെച്ചാൽ നിയമപരമായിട്ട്. ഇൻ റിയാലിറ്റി ഓർ ഇൻ ഫാക്റ്റ് എന്ന് വെച്ചാൽ പ്രായോഗികമായി ഉള്ളത് എന്നാണ് അർത്ഥം. ബൈ ലോ എന്ന് വെച്ചാലോ ഡി ജുവർ എന്ന് വെച്ചാലോ ബൈ ലോ അതായത് നിയമപ്രകാരം ഉള്ളത്. അപ്പോൾ ഡിഫാക്റ്റോ എന്ന് വെച്ചാൽ ശരിക്ക് പ്രായോഗികമായിട്ടുള്ളതാണ്. അപ്പോൾ ഡിഫാക്റ്റോ പ്രായോഗികമായിട്ടുള്ളത്. 87 ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ എ പേഴ്സൺ അബൌട്ട് ഹിംസെൽഫ് ഈസ് കോൾഡ് ഓട്ടോബയോഗ്രാഫി. ദ ട്രെയിൻ വിൽ ഡാഷ് അറ്റ് 6 AM. ഇവിടെ ലീവാണ് വേണ്ടത്. വില്ലിൻ്റെ കൂടെ എപ്പോഴും V1 ഉപയോഗിക്കൂ. വില്ല് കഴിഞ്ഞിട്ട് V1 ഉപയോഗിക്കൂ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ലീവ്. 89 ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ആണ്. ഇവിടെ ഡെഫിനിറ്റിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് DEFINITELY ആണ്. അപ്പോൾ ആൻസർ സി ആണ്. 90 ടു ത്രോ ഇൻ ദ ടവൽ മീൻസ്. ടു ത്രോ ഇൻ ദ ടവൽ മീൻസ് ആൻസർ ബി ആണ്, തോൽവി സമ്മതിക്കുക. ടു ഗിവ് അപ്പ്. ബോക്സിങ്ങിൽ ഒരു കളിക്കാരൻ തോൽവി സമ്മതിക്കാൻ തൻ്റെ ടവൽ റിങ്ങിലേക്ക് എറിയാറുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ശൈലി ഉണ്ടായത്, ത്രോ ഇൻ ദ ടവൽ. ഇനി 91 പതിവ്രത എന്നർത്ഥം വരുന്ന ശരിയായ രൂപം സാധ്വിയാണ്, സ്വാതി.
ഏറ്റവും ശരിയായ വാക്യം ഏത്? ഇവിടെ ആൻസർ ഡി ആണ്. തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ മാറ്റം വരുത്തി. ബാക്കി എല്ലാത്തിലും നയം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡിയിൽ മാത്രമേ റിപ്പീറ്റേഷൻ ഇല്ലാണ്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി. 93 ഹി കെയിം ടു മീ ആൻഡ് അഷ്യൂർഡ് മീ ടു റീപേ ഹിസ് ഡെപ്റ്റ് വിത്തിൻ എ വീക്ക്. ഇവിടെ ആൻസർ എ ആണ്. അവൻ എൻ്റെ അടുത്ത് വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അവൻ്റെ കടം തിരിച്ചടിക്കാമെന്ന് എനിക്ക് ഉറപ്പു തന്നു. 94 വെള്ളി കൊണ്ടുള്ള എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? രാജതമാണ്. രജതം എന്നാൽ വെള്ളിയാണ്. അപ്പോൾ വെള്ളി കൊണ്ടുണ്ടായതെന്നുള്ള മീനിങ്ങിലാണ് രാജതം. പേര് എന്ന പദത്തിൻ്റെ പര്യായമായി വരാത്തതേത്? നാമാങ്കമാണ്. പേരിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? അഭിധാനം, നാമധേയം, ആഖ്യ. ആമ്പൽ എന്ന പദത്തിൻ്റെ സമാനാർത്ഥമുള്ള ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ കൈരവവും കുവലയവുമാണ്. കുമുദം ആമ്പലാണ്. പക്ഷെ അക്ഷീപം എന്ന് പറയുന്നത് കടമ്പുമരം, ഉപ്പുചെടി അല്ലെങ്കിൽ മഞ്ഞുണ്ടാക്കാത്തത്. ഇനി കീരം എന്ന് പറയുന്നത് തത്തയാണ്. കുവലയം വീണ്ടും ആമ്പലാണ്. പിന്നെ അംബുജം താമരയും പികം കുയിലുമാണ്. 97 മക്കത്തായം പിരിച്ചെഴുതുക. മക്കൾ പ്ലസ് തായമാണ് മക്കത്തായം. 98 ചുവടെ കാണുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇവിടെ എന്ന് പറയുന്നത് കവിയുടെ സ്ത്രീലിംഗം കവയിത്രിയാണ്. കവയിത്രി. വിദ്വാൻ വിദൂഷിയാണ്. പ്രഭു പ്രഭ്യാണ്. തരുണൻ തരുണിയാണ്. അപ്പോൾ ആൻസർ ഡി ആണ്. പ്രഭു പ്രഭ്വി തരുണൻ തരുണി മാത്രമാണ് ശരിയായത്. 99 താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. തെറ്റ് നെന്മണി നെലു പ്ലസ് മണി ശരിയാണ്. വിണ്ടലം വിൻ പ്ലസ് തലാണ്. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ വിദ്യുത് ശക്തി വിദ്യുത് പ്ലസ് ശക്തി അത് ശരിയാണ്. വാഗ്ദാനം വാക്ക് പ്ലസ് ദാനാണ് വാഗ്ദാനം. അപ്പോൾ ശരിയായതെന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നെന്മണിയും വിദ്യുത് ശക്തിയാണ്. മിണ്ടലവും വാഗ്ദാനവുമാണ് തെറ്റായിട്ടുള്ളത്. 100 ചുവടെ കാണുന്ന ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഡി ആണ്. 1ഉം 2ഉമാണ് ശരി. ദൃഢപ്രതീക്ഷ ദൃഢമായ പ്രതീക്ഷയും കഥരൂപം കഥയുടെ രൂപവുമാണ്. ദീപ്തഭാവം ദീപ്തമായ ഭാവവും ലളിത നൃത്തം ലളിതമായ നൃത്തവും ആണ്. താങ്ക് യു.